DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 27 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഞായറാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, 3 ആഴ്ച കൊണ്ട് 11,000 രൂപ ഇടിഞ്ഞ സ്വർണ്ണവിലയിൽ ഇന്നും മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. പവന് ഒറ്റയടിക്ക് 880 രൂപയാണ് വർദ്ധിച്ചത്. 1,05,560 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 110 രൂപയാണ് കൂടിയത്. 13,195 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്നലെ 2 തവണയായി പവന് 1,040 രൂപയാണ് വർദ്ധിച്ചത്. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് വഴി ജൂൺ 30-നകം EKYC ചെയ്തില്ലെങ്കിൽ ധനസഹായം മുടങ്ങുമെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തെ നിർബന്ധിത ബയോമെട്രിക് മസ്റ്ററിങ്ങിനായി കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗിക അറിയിപ്പുകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. PM കിസാൻ മൊബൈൽ ആപ്പിലെ പുതിയ അപ്ഡേഷനുകളാണ് ഇത്തരം തെറ്റിദ്ധാരണകൾക്ക് കാരണമായത്. നിലവിൽ മുൻപ് EKYC പൂർത്തിയാക്കിയവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാന സർക്കാരിന്റെ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുകയാണ്. എന്നാൽ ഇതിനൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ അർഹതാ മാനദണ്ഡങ്ങൾ സർക്കാർ കർശനമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. വീട്ടിൽ AC ഉള്ളവർ, സ്വന്തമായി വാഹനമുള്ളവർ, കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ എന്നിവരെയൊക്കെ ഈ പരിശോധന ബാധിക്കും. കൂടാതെ 1 ഏക്കറിലധികം ഭൂമിയുള്ളവരും 2000 സ്ക്വയർ ഫീറ്ററിന് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവരും അനർഹരുടെ പരിധിയിൽ വരാൻ സാധ്യതയുണ്ട്. നിലവിൽ പദ്ധതിയിൽ തുടരുന്ന അനർഹരെ ഒഴിവാക്കുന്നതിനായി സർക്കാർ കർശന നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുന്നതാണ്. ഇതിന്റെ ഭാഗമായി യോഗ്യതയില്ലാത്തവർക്ക് സ്വമേധയാ പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള അവസരം സർക്കാർ ഒരുക്കുന്നുണ്ട്. മുൻപ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന സമയത്ത് പെൻഷൻ അപേക്ഷ നൽകി ആനുകൂല്യം കൈപ്പറ്റുകയും എന്നാൽ പിന്നീട് സാമ്പത്തിക നില മെച്ചപ്പെടുകയും ചെയ്ത ഒരുപാട് ഗുണഭോക്താക്കൾ നിലവിലുണ്ട്. അങ്ങനെയുള്ളവർക്ക് സ്വമേധയാ പിന്മാറിയാൽ മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടി വരില്ല. അതേസമയം യഥാർത്ഥത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അനർഹതയുടെ പരിധിയിൽ വരുന്നവരുമായ ആളുകളുണ്ട്. ഉദാഹരണത്തിന്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കിടപ്പ് രോഗികളുടെ വീട്ടിൽ AC ഘടിപ്പിക്കേണ്ടി വന്നവർക്കും മറ്റു മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സർക്കാർ നിയമ ഭേദഗതികൾ കൊണ്ടുവരും. കാലോചിതമായ ഇത്തരം പരിഷ്കാരങ്ങളിലൂടെ അർഹരായ ആളുകളിലേക്ക് മാത്രം ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.